പിന്നെ കണ്ണെഴുതുന്നത് കണ്ണിനൊരു ചെറിയൊരു പ്രത്യേകതകൾ വരാറുണ്ട് ചില സമയങ്ങളിൽ. എങ്ങനെ? അത് എൻ്റെ ചില സമയങ്ങളിൽ കൃഷ്ണമണിക്ക് ചുവപ്പ് കളറാവാറുണ്ട്. കൃഷ്ണമണി പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് വൈറ്റ് കളറായിരുന്നു കൃഷ്ണ. ആ സിന്ദൂര വെള്ളെടുത്തോളം നിന്റെ കൂടെ ഞാനുണ്ടാവും എന്നാണ് പറഞ്ഞത്. മലയാളപ്പുഴ. പ്രേതബാധ അല്ലെങ്കിൽ ശത്രുദോഷം ഇതൊക്കെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. എൻ്റെ അനുഭവം കൊണ്ട് യാഥാർത്ഥ്യമാണ്. ഞാനിതിലൊന്നും വിശ്വസിച്ചിരുന്ന ആളല്ല. പക്ഷെ ഇപ്പം ഞാൻ ഇന്ന് വരെ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല, ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തിരിച്ചടിയില്ല. നേരെ മറിച്ച് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യും. അതിന് എൻ്റെ ജീവൻ കളഞ്ഞിട്ടും ഞാൻ ചെയ്യും. ഒരു കാര്യമില്ലാതെ നിങ്ങൾക്കൊരു ശത്രുവായില്ലേ? ഒരാൾക്ക് 10 രൂപ കടം കൊടുത്താൽ ഒരു ശത്രുവിനെ ഉണ്ടാക്കിയെന്ന എൻ്റെ മതം. പക്ഷെ അതൊരു കർമ്മദോഷമല്ലേ? അത് കർമ്മദോഷം മാത്രമാകുമോ? ദിപിച്ചേട്ടൻ്റെ ഈ ആകാര ഭംഗിയിൽ അല്ലെങ്കിൽ കണ്ണെഴുതുന്നതും പുട്ടു തൊടുന്നതും അതൊക്കെ എന്തുകൊണ്ടാണ് ഒരു വ്യത്യസ്തമായിട്ട്? അത് എൻ്റെ ഉപാസനാതലത്തിൽ വന്ന സമയത്താണ് ഈ 3 കുറികൾ വരണം എന്നുള്ളത്. ചന്ദനം, കുങ്കുമം, ഭസ്മം, ഈ 3ഉം വേണം എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ അത് ധരിക്കാൻ തുടങ്ങി. പിന്നെ കണ്ണെഴുതുന്നത് കണ്ണിനൊരു ചെറിയൊരു പ്രത്യേകതകൾ വരാറുണ്ട് ചില സമയങ്ങളിൽ. എങ്ങനെ? അത് എൻ്റെ ചില സമയങ്ങളിൽ കൃഷ്ണമണിക്ക് ചുവപ്പ് കളറാവാറുണ്ട്. കൃഷ്ണമണിക്ക് അത് ലൈറ്റിൻ്റെ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അത് ഒരു ഷെയ്ഡിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ഫീൽ ആവില്ലല്ലോ. അല്ലെങ്കിൽ ഒരു കാട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ലൈറ്റ് ഫീൽ ആവില്ല. ആ സമയത്തും ഇതേപോലെ റെഡ് കളറിൽ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് വൈറ്റ് കളറായിരിക്കും കൃഷ്ണമണി. അത് അനുഭവങ്ങളുണ്ട്, നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട്. ചിലപ്പോൾ അത് ക്യാമറ ട്രിക്കാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ആ കണ്ണിന് ഈ മഷി എഴുതാത്ത ദിവസങ്ങളിൽ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കണ്ണിൽ മഷി ഇല്ലാതെ ഞാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വിഷയങ്ങളിലും ഞാൻ പെടാറുണ്ട്. അപ്പൊ അത് എന്താണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ ആയിട്ടാണോ ഇട്ടിരിക്കുന്നത്? പ്രൊട്ടക്ഷൻ തന്നെയാണ്. അതോ ഒരു ദേവി ഉപാസകനായതുകൊണ്ടാണോ? ഉപാസകനായതുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പഠിച്ച ആളല്ല. ഒരു ഗുരുവിന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ച് ഉണ്ടാക്കിയതാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ആയി മാറുകയാണ്. ഈ തലയിലെ സിന്ദൂരവും അങ്ങനെയാണ്. അത് മലയാളപ്പുഴ ക്ഷേത്രമുണ്ട്, നമ്മുടെ പത്തനംതിട്ട കൂന്നി അടുത്താണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി ഇതേപോലെ തൊഴുത സമയത്ത് ജപിക്കാനിരുന്ന സമയത്ത് ഇതേപോലെ നെറ്റിയിലൊരു സിന്ദൂരം കണ്ട് അത് തിരിച്ചു വന്ന് വണ്ടിയിൽ കയറിയപ്പോഴാണ് കാണുന്നത്. ഇതെന്താ ഇങ്ങനൊരു സിന്ദൂരം, ഇവിടെ വരാനൊരു ചാൻസും ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടെ പോയിരുന്ന് വീണ്ടും ജപിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് മനസ്സിൽ തോന്നിയത് ആ സിന്ദൂര വെള്ളെടുത്തോളം നിന്റെ കൂടെ ഞാനുണ്ടാവും എന്നാണ് പറഞ്ഞത്. മലയാളപ്പുഴ ദേവി. ഇന്നും ആ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാറുണ്ട്. ചില ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ അവിടേക്ക് വഴിപാട് പറഞ്ഞു കൊടുത്താൽ, ഇന്ന വഴിപാട് അവിടെ ചെയ്തോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ തന്നെ ആയി വരാറുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരെയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എല്ലാം ശ്രമിച്ചു നോക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ നിന്നൊക്കെ നമുക്ക് അനുഭവങ്ങൾ കിട്ടുന്നത്. ചേട്ടൻ എങ്ങനെയാണ് ഈ മാന്ത്രികം അല്ലെങ്കിൽ ജ്യോതിഷം ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടത്? അതൊരു നിയോഗമായിരുന്നോ അതോ ആരെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞിരുന്നോ? ഞാൻ ഇതുവരെ ഈ സാധനം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ എനിക്കറിയില്ല. ഈ ഒരു സുപ്രഭാതത്തിൽ ഞാൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവുകയും അതിന് എനിക്ക് തോന്നുന്ന മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ചേട്ടനുള്ള ഇൻഡ്യൂഷൻസ് ആണോ പറഞ്ഞു കൊടുക്കാറ്? അതെ. ഇന്ന പോലെ ഇന്ന ക്ഷേത്രത്തിലൊന്ന് പോയി വാ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരു 10 ആൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ചില ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം ഉണ്ടാവും. ആ ക്ഷേത്രത്തിലേക്ക് നീ ഒരു 10 പേർക്കുള്ള അന്നദാനം ഒന്ന് പറ, എന്നിട്ട് നീ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറയുന്ന സമയത്ത് അത് നടക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന അമ്മമാരുണ്ട്, ഭിക്ഷാടനത്തിൻ്റെ അവർക്ക് പണം കൊടുക്കാതെ നീ അവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നല്ല രീതിയിൽ ചായ മേടിച്ചു കൊടുക്കും, അവരുടെ വിശപ്പൊന്ന് മാറ്റി, എൻ്റെ പ്രശ്നം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് തോന്നലുകളായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു എന്ന് വേണം പറയാം. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞു കൊടുത്തതൊക്കെ അവർക്കത് ഫലവത്താവാൻ തുടങ്ങി. പിന്നീട് ആ തോന്നലുകൾക്ക് ശേഷം ഇത് പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പല ആളുകളെയും തിരഞ്ഞു നടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറയാലോ നല്ലൊരു ഗുരുവിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലാവർക്കും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീ ആണ്. ഫീ മാത്രമാണ് അവർ എയിം ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ പഠിക്കൂലേ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ നമുക്കത് പഠിക്കാനും പറ്റുന്നില്ല. ഇപ്പം പല രീതിയിൽ നമ്മൾ പഠിക്കാൻ പല ആളുകളെയും പോയിട്ടുണ്ട്. പക്ഷെ ആ പഠിക്കാൻ ശ്രമിച്ച സാധനങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അവർ തന്ന മന്ത്രങ്ങളൊന്നും അല്ല ഞാൻ ഉപയോഗിക്കുന്നത്.
ഇപ്പോഴും സ്വയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് നമുക്കത് സ്വയം പഠിക്കാൻ കഴിയുന്നത്? നമ്മളൊരു ജപാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളല്ലാതെ ആവുന്നൊരു സമയം വരും. കാരണം ഭൂമിയിലും അല്ല, ആകാശത്തും അല്ല, തണുത്തിട്ടും അല്ല, ചൂടിലും അല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വല്ലാത്തൊരു ഫീലാണ്. ആ ഫീലിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു 3D ഫിലിം പോലെ നമുക്ക് കാണുന്ന ഒരു രീതിയിലാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പം ഒരാള് ഇപ്പം ക്ഷീണിച്ചു വരുന്ന ഒരാളെ ഞാൻ കൈ പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ ക്ഷീണം വിട്ടു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാൾ വിളിക്കുകയാണ്, നമുക്ക് മേല് വേദനയാണ് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ട്, നമ്മളോട് കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ വിശ്വാസത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം അവർക്ക് അവിടെ ഫീൽ ആവാറുണ്ട്, അവർക്ക് ആ അസുഖം മാറാറുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ. ചേട്ടനെ ഏതൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകളാണ് കൂടുതലായും വന്ന് കാണുന്നത്? അങ്ങനെ ഇന്ന പ്രശ്നമെന്ന് പറയാറില്ല. അവർക്ക് അവർ എന്തെങ്കിലും രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, ഇപ്പൊ ഞാനിത് പരസ്യമൊന്നും ചെയ്യാറില്ല. എൻ്റെ ഫേസ്ബുക്ക് ഐഡിയിലോ ഒന്നും നോക്കിയാൽ ഇതിലൊരു പരസ്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും കാണാൻ കഴിയില്ല. ഇപ്പോഴാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം, ഇപ്പൊ ചാനലിലേക്ക് വന്നതിന് ശേഷമാണ് ഞാനത് മറ്റുള്ളവർ മുഖാന്തരം പുറത്തേക്ക് അറിയാൻ തുടങ്ങി. അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ട് നിങ്ങളത് മറ്റൊരാളോട് പറഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് വരുന്നു എന്നുള്ള വാമൊഴിയാണോ കൂടുതൽ ആളുകൾ വരുന്നത്? അതും എനിക്ക് ഫിക്സ്ഡ് ഫീയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാറില്ല. ഫിക്സ്ഡ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹോമങ്ങളിൽ ഉണ്ടാവും. കാരണം എങ്ങനെയുള്ള ഹോമങ്ങളിലാണ് ഈ ശത്രുദോഷം കാര്യങ്ങളൊക്കെ തീർക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ദോഷമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇത് ചെയ്തവന്റെ അവസ്ഥയും കൂടി നോക്കും. നിങ്ങൾ ഉപദ്രവിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ളത് നോക്കും. അപ്പോൾ നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ അതിനോട് നിങ്ങളോട് ഞാൻ എടുത്ത വഴിക്ക് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് തിരിച്ച് അങ്ങോട്ട് തന്നെ പൊക്കോട്ടെ കേട്ടോ. ഈ പ്രേതബാധ അല്ലെങ്കിൽ ഇപ്പൊ ശത്രുദോഷം ഇതൊക്കെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. എൻ്റെ അനുഭവം കൊണ്ട് യാഥാർത്ഥ്യമാണ്. ഞാനിതിലൊന്നും വിശ്വസിച്ചിരുന്ന ആളല്ല. പക്ഷെ ഇപ്പം ഞാനിത് അംഗീകരിക്കുന്നുണ്ട്. കാരണം എനിക്ക് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളായി. ഇത് ഇപ്പൊ ഒരു പ്രേതബാധയോ അല്ലെങ്കിൽ ശത്രുദോഷമോ ആർക്കെങ്കിലും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്ക് അതാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇപ്പൊ ഈ ബാധാദുരിതം ഏറ്റ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ രീതിയിലും നമുക്കൊരു എന്താ പറയുക നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മളെ എന്ത് കാര്യത്തിലും നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു, അത് ചെയ്യാൻ കഴിയില്ല. നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകളെ നമ്മളോട് നല്ലത് ചെയ്യുന്ന ആളുകളെ നമ്മളെപ്പോഴും വെറുപ്പിച്ച് അവരെ മാറ്റിയിട്ട് നമുക്ക് മോശം ചെയ്യുന്ന ആളുകളായിരിക്കും നമുക്ക് കൂടുതലും ബന്ധങ്ങൾ വരിക. പ്രേതബാധ വന്നിട്ടുള്ള ആളുകൾ, പ്രേതബാധ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവരുടേതല്ലാത്ത എന്തോ ഒരു അവസ്ഥ അവരിൽ ഉണ്ടാവും എന്നുള്ളത് അവർക്ക് തന്നെ തോന്നും. ഈ ശത്രുദോഷവും പ്രേതബാധയും ഒന്നാണോ അതോ? അല്ല, രണ്ടാണ്. അത് ശത്രുദോഷം കൊണ്ട് നമുക്ക് പ്രേതബാധയെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അത് ശത്രുദോഷത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ശത്രുവാണ്, നിങ്ങൾക്ക് ദോഷം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നമ്മുടെ മനസ്സിന്റെ പവർ എന്ന് പറയില്ലേ, മനസ്സുകൊണ്ട് നമ്മളൊരു കാര്യം ഇപ്പം നമ്മളെ ഹിപ്നോസിസത്തിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ എന്താണോ ആവണം എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് കിട്ടണമെന്ന് നമ്മൾ സ്ഥിരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അത് സയൻസ് പറയുന്നതാണ്. അതെ അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ജപത്തോടു കൂടി നമ്മുടെ മൈൻഡ് അത്രയും പവറാക്കി വെക്കുന്നുണ്ട്. കാരണം ജപിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു പണിയല്ല. കാരണം നമ്മുടെ മൈൻഡ് അത്രയും കറക്റ്റായിട്ട് വെക്കുന്നു. അതിന് നമുക്ക് വിളക്കിൽ കത്തുന്ന തിരിയെ വരെ നിയന്ത്രിക്കാനുള്ള പവർ വരും. അനുഭവങ്ങളുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് നമ്മളടുത്ത് വന്നിട്ട് നിങ്ങൾ പറയാണ് എന്നെങ്ങനെ ഒരാൾ ഉപദ്രവിക്കാൻ നോക്കി, ഞാനത് നോക്കുന്ന സമയത്ത് എനിക്ക് ന്യായമാണെങ്കിൽ മാത്രം ഞാൻ അതിനുള്ള പണി ചെയ്യും. അത് പണി ചെയ്യുന്നത് ചിലപ്പോൾ ആൾരൂപം ഉണ്ടാക്കാം, അത് പല മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ കാഞ്ഞിരം കൊണ്ട്, പാല കൊണ്ട്, അങ്ങനെ പല മരങ്ങളുണ്ട്. പാലുള്ള വൃക്ഷം, പാലില്ലാത്ത വൃക്ഷം എന്നൊക്കെ പറഞ്ഞ വൃക്ഷങ്ങളാണ്. അപ്പൊ ഈ ആൾരൂപത്തിലേക്ക് നമ്മൾ ആ വ്യക്തിയെ ആവാഹിച്ചിരുത്തുന്ന രൂപമുണ്ട്. നിങ്ങളുടെ ശത്രു ആരാണോ ആ വ്യക്തിയെ ആവാഹിച്ചിരുത്തും. അത് ആവാഹിച്ച് നമുക്ക് കിട്ടിയെന്ന് നമുക്ക് ബോധ്യം വരുന്നൊരു സമയമുണ്ട്. ആ ബോധ്യം വരുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയെ എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഈ ഒരു ആൾരൂപത്തിൽ നമ്മൾ ചെയ്യും. എന്നിട്ട് അതിന് വേണ്ട പൂജകളും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഏത് രീതിയിലാണോ അടക്കം ചെയ്യേണ്ടത് ആ രീതിയിൽ അടക്കം ചെയ്യും. ചിലത് നമ്മൾ ഈ അടുപ്പിൽ, എണ്ണയടുപ്പ് എന്ന് പറയും, അതായത് നമ്മുടെ പുറത്തടുപ്പ് എന്ന് പറയും, ആ അടുപ്പിൽ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ ഉമി വെച്ചിട്ട് കത്തിച്ചിട്ട് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമ്മൾ തേങ്ങയിലൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അത് അടുപ്പിൽ വെച്ച് അതിൻ്റെ മേളിൽ മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിൽ ഈ ഉമി
തീ വെക്കും. അതിനനുസരിച്ച് ഈ ഉമി കത്തി തീരുന്നതിനനുസരിച്ച് ഉമി അതിലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം ഈ ചൂട് ഇതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. ഇത് ആ വ്യക്തിയിൽ അനുഭവിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പൊ ഞാനൊരു സംശയം നോക്കട്ടെ, ഇപ്പൊ ഒരു ശത്രുദോഷം ഒരാൾ ചെയ്യണമെങ്കിൽ അതിന് മറ്റൊരു മന്ത്രവാദിയുടെ അടുത്ത് പോകണ്ടേ? അപ്പൊ ഈ മന്ത്രവാദിക്കും അത് ഏൽക്കുമോ? ഏൽക്കും. ഞാൻ ചെയ്തിട്ട് പലതും അങ്ങനെ ഏറ്റത് എൻ്റെ അനുഭവത്തിലുണ്ട്. അത് മന്ത്രവാദിക്കും തിരിച്ചടിക്കും. ചെയ്യുന്നവർക്കും ചെയ്യിപ്പിക്കുന്നവർക്കും ഇത് വിഷയമാണ്. പക്ഷെ ചെയ്യിക്കുന്നവർ ഈ ചെയ്ത ആളുണ്ടല്ലോ മന്ത്രവാദി എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് പറയാണ് എനിക്കിങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം അത് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പറയാണ് അവർ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, എനിക്കിതിലൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്ത് ഞാൻ മാറും. മനസ്സിലായോ? ഇത് ചെയ്തു കൊടുക്കുന്ന ആള് ഞാൻ ഇന്ന് വരെ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല, ചെയ്തു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തിരിച്ചടിയുണ്ട്. നേരെ മറിച്ച് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യും, അതിന് എൻ്റെ ജീവൻ കളഞ്ഞിട്ടും ഞാൻ ചെയ്യും. രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളിപ്പോൾ ശത്രുദോഷത്തിൽ ഏറ്റു നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ കളയും, ഞാൻ പണിയെടുക്കും. അതിന് ഒരുപാട് അനുഭവസ്ഥരുമുണ്ട്. ഒരാളെ ശിക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? നമ്മൾ അയാളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും നമുക്ക് അധികാരമുണ്ട്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ അയാളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളെ ശിക്ഷിക്കാം. അല്ലാത്ത ഒരാളെ നമ്മൾ ശിക്ഷിക്കാൻ എന്താ അധികാരമുള്ള? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ, ഞാനൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ പണി എടുത്തിട്ടില്ല. അപ്പൊ ഈ ശത്രുദോഷം ചെയ്യുന്നവരെല്ലാം ഒന്ന് സൂക്ഷിക്കണം അല്ലേ? അത് എന്തായാലും വേണമല്ലോ. കാരണം നമ്മളിപ്പം ഒരു അനാവശ്യമായിട്ട് ഒരാളെ ഉപദ്രവിക്കാൻ ഒരാൾക്കും അധികാരമല്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലല്ലേ ശിക്ഷയുള്ളൂ. തെറ്റില്ലാത്ത ഒരാളെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ചേട്ടന്റെ അടുത്തേക്ക് വരുന്ന ഒരാൾ, അയാൾക്ക് ശത്രുദോഷമുണ്ട്, അത് അയാളുടെ ഒരു കർമ്മഫലമല്ലേ? കർമ്മഫലം മാത്രമായിക്കൊള്ളുന്നില്ല. ഇപ്പം നിങ്ങളിപ്പം ഒരാളെ സഹായിച്ചാലും നിങ്ങൾക്ക് ശത്രുവാവില്ലേ? നിങ്ങൾ ഒരാൾക്ക് ഒരു 1000 രൂപ കടം കൊടുത്തു, ഈ 1000 രൂപ നിങ്ങളൊരു പെട്ടെന്നൊരു സുപ്രഭാതം തിരിച്ചു ചോദിച്ചു നോക്കിയേ, ഒരു കാര്യമില്ലാതെ നിങ്ങൾക്കൊരു ശത്രുവായില്ലേ? ഒരാൾക്ക് 10 രൂപ കടം കൊടുത്താൽ ഒരു ശത്രുവിനെ ഉണ്ടാക്കിയെന്ന എൻ്റെ മതം. പക്ഷെ അതൊരു കർമ്മദോഷമല്ലേ? അത് കർമ്മദോഷം മാത്രമാകുമോ? ഈ ശത്രുവിൻ്റെ ഇതും കൂടി നോക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ഈ 1000 രൂപ കൊടുത്തു പറഞ്ഞു, അയാളത് തിരിച്ചു തരാൻ ബാധ്യസ്ഥനാണ്. തരുന്നില്ലെങ്കിൽ, അതായത് പണമില്ല എന്നുണ്ടെങ്കിൽ, എടാ എൻ്റെ കയ്യിൽ പണമില്ല, ഞാൻ ഇന്ന ദിവസത്തേക്ക് തരാം എന്നുള്ള മര്യാദ പറയുന്നതും നേരെ പോയി അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരാളുടെ അടുത്ത് പോയിട്ടോ 1000-ന് പകരം 10,000 കൊടുത്ത് ഇതിന് അവൻ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞൊരു കർമ്മം ചെയ്യുന്നതായിട്ട് എത്ര വ്യത്യാസമുണ്ട്? അപ്പൊ അവൻ അടി കിട്ടണ്ടേ? ഈ ക്ഷേത്രങ്ങളിൽ പോയി നമുക്ക് അങ്ങനെ മറ്റൊരാളുടെ പേരിൽ ശത്രുദോഷത്തിന് അല്ലെങ്കിൽ ശത്രുവിന് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ശത്രു സംഹാരം അല്ലെങ്കിൽ ഈ ശത്രു സംഹാരം, ഗുരുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ചില ഇത് തിരിച്ചടിക്കാറുണ്ട്. അത് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മളെ പോസിറ്റിവിറ്റി കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ദൈവാനുഗ്രഹം കൂടുതൽ വരുന്ന സമയത്ത് ആ ദേവതാ സാന്നിധ്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തിരിച്ചു പോകും. മനസ്സിലാക്കണം?